ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് മൺഡേ ആണ്. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ ഇന്ന് നമ്മൾ നമ്മുടെ മെയിൻ തീമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഫ്രം ബേസിക്സ് ടു ടോപ്പ്. നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നതിനെ കുറിച്ച് തുടങ്ങിയൊരു സെഗ്മെൻ്റ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ അവസാനം ചെയ്ത് നിർത്തിയെന്ന് വെച്ചാൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് വരെയുള്ള അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. സോ ഇനി നമുക്ക് റെസിസ്റ്റർ മാറി അടുത്ത പാസീവ് കമ്പൗണ്ടായ കപ്പാസിറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തായിട്ടൊരു ബെൽ ഐക്കൺ ഉണ്ട്. ആ മണി നൈസായിട്ട് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. മാസീവ് കമ്പൗണ്ട്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ പലതരത്തിലുണ്ട്, ഇലക്ട്രിസിറ്റി കൊണ്ട് അങ്ങനെ അത് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഏതൊരു ബോർഡ് എടുത്താലും അതിനെ ഒരു കളർഫുള്ളാക്കി മാറ്റുന്ന ഒരു സംഗതിയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഒരു ബോർഡ് എടുക്കുകയാണ്. ഒരു ബോർഡിനകത്താണ്ട് ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കപ്പാസിറ്ററാണ്. ഇത് രണ്ടെണ്ണം കെൽട്രോണിൻ്റെ, ബാക്കി ഇതെല്ലാം വേറെ കമ്പനിയുടെ ആണ്. അതുകൊണ്ട് തന്നെ അതിന് വേറെ നിറവും. കെൽട്രോൺ എപ്പോഴും കപ്പാസിറ്റർ എല്ലാം ഓറഞ്ച് കളറാണ് വരുന്നത്. ഇതൊരു കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. 4750 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്ന സംഗതി. ഇത് നമ്മൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുക. അപ്പം അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കപ്പാസിറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ച സംഭവങ്ങളൊക്കെ തന്നെയാണ് കപ്പാസിറ്റർ തന്നെ പലതരത്തിലുണ്ട്. അതിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഫിൽട്രേഷനും സ്റ്റോറേജും. ഇതിനാണ് അതിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാം, ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ AC to DC കൺവേർഷൻ ചെയ്യും. അതായത് ബ്രിഡ്ജ് അഡാപ്റ്റർ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഡയോഡ് ഇട്ട് AC DC ആക്കി മാറ്റുമ്പോൾ അതിനകത്തെ ആ ഒരു ACയുടെ ഫ്ലക്ച്വേഷൻസിനെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പരമാവധി ആ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ സ്മൂത്ത് DC ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്ററാണ് റിസർവോയർ കപ്പാസിറ്റർ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ്. ഇപ്പോൾ ഈ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഹൈ വാല്യൂസ് ആയിരിക്കും. അഥവാ നമുക്ക് ഹൈ വാല്യൂസ് കിട്ടില്ലെങ്കിൽ നമ്മൾ ചെറിയ വാല്യൂസിനെ പാരലൽ ചെയ്ത് ഹൈ വാല്യൂസ് ആക്കി മാറ്റി ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. കപ്പാസിറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസ്, നമ്മുടെ ആംപ്ലിഫയർ സിസ്റ്റത്തിനകത്ത് മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് ഇതാണ്, ഫിൽട്രേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് കപ്പാസിറ്ററിൻ്റെ സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് കൂടി വരുന്നത് ഈ ഒരു ഫംഗ്ഷനാണ്, സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഒരു ഇലക്ട്രിക് കപ്പാസിറ്ററിന് എപ്പോഴും ഒരു സ്റ്റോറേജ് ഉണ്ട്. നമ്മൾ അതിനെ ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ചാൽ നമ്മളെ പൊസിഷൻ്റെ ഷോർട്ട് ചെയ്താൽ മതി. നല്ല പടക്കം പൊട്ട് നമുക്ക് പടക്കേന്ന് പറഞ്ഞ് ആ ഒരു ഡിസ്ചാർജ് അവിടെ സംഭവിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ യൂസ്, സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ഒരു സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിസിറ്റി തന്നെയാണ് നമ്മുടെ ഫാനിൻ്റെ കപ്പാസിറ്ററും അതുമൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടർ കപ്പാസിറ്ററായിട്ട് വർക്ക് ചെയ്യും. അപ്പം ഒരു എമൗണ്ട് ഓഫ് കറണ്ടിനെ അത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. നമ്മളൊരു ഫാനോ അല്ലെങ്കിൽ മോട്ടറോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അതിന് നമ്മൾ 220 വോൾട്ട് പോരാ. അപ്പം അതിനൊരു പെട്ടെന്നൊരു പുഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു ഹൈ വോൾട്ട് അവിടെ പെട്ടെന്ന് ഓണാകുമ്പോൾ സപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു സ്റ്റാർട്ടർ കപ്പാസിറ്ററായിട്ടും കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിൽ ഒരുപാടെടുത്ത് ഈ ഒരു കപ്പാസിറ്റർ ഈ ഒരു സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സംഗതി യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഡിറ്റോനേറ്റേഴ്സ് എന്ന് പറയും. അതായത് ഒരു ബോംബ് പൊട്ടിക്കാൻ അല്ലെങ്കിൽ ബോംബ് അല്ല എന്ത് ബ്ലാസ്റ്റ് ചെയ്യാനായാലും ഈ ഒരു കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയൊരു സ്പാർക്ക് ഉണ്ടായി അവിടെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആറ്റോമിക് ബോംബ്സിലടക്കം ഇത് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. അതിൻ്റെ വേറെ യൂസേജ് ആയിട്ട് കപ്പാസിറ്ററും ഇൻഡക്ടറോടെ ചേർത്ത് വെച്ച് അതിനെ ഒരു ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയുണ്ട്. നമുക്കെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് FM എന്ന് പറയുന്നത്. FM, AM ഇതുപോലുള്ള സംഗതികളെല്ലാം സ്റ്റേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കപ്പാസിറ്ററാണ്, ഒരു വേരിയബിൾ കപ്പാസിറ്റർ. ഈ വേരിയബിൾ കപ്പാസിറ്ററും ഇൻഡക്ടറും കൂടെ ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു സമ്മിശ്രിതമായിട്ടുള്ള രൂപമാണ് ഈ ഒരു ചാനൽ സെലക്ടറായിട്ട് ഈ റേഡിയോസിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു യൂസും കപ്പാസിറ്ററിനുണ്ട്. നമുക്കെന്തായാലും ഇപ്പോൾ തോന്നി ഡെപ്തിലോട്ടൊന്നും പോകേണ്ട. കാര്യം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആംപ്ലിഫയർ ഉണ്ടാക്കണം, തനിയൊരു ആംപ്ലിഫയർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഡെപ്തിലേക്ക് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഓരോ സർക്യൂട്ടിൻ്റെയും ആവശ്യകത അനുസരിച്ച് കപ്പാസിറ്ററിൻ്റെ യൂസേജും അതിലെ പല ടൈപ്പുള്ള കപ്പാസിറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യകതയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷണ്ട് കപ്പാസിറ്റേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റർ, അതായത് ഒരു ഇലക്ട്രിക് കപ്പാസിറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിൻ്റെ ഒരു വാല്യൂവും അതിൻ്റെ ഒരു വോൾട്ടേജും ഉണ്ട്, ഒരു റേറ്റഡ് വോൾട്ടേജും ഉണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. അതിപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, ബാക്കി ഏത് ടൈപ്പ് കപ്പാസിറ്റർ ആയാലും അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പ് നമ്മൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയണം. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്.
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഫിൽട്രേഷൻ, അതായത് AC to DC കൺവേർഷനകത്ത് നമ്മൾ ബ്രിഡ്ജ് അഡാപ്റ്റർ അല്ലെങ്കിൽ റെക്ടിഫയറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്ററാണ് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റർ. അത് മാത്രമല്ല ബോട്ടിനകത്ത് പലയിടത്തും പല യൂസിന് വേണ്ടിയും ഇലക്ട്രിസിറ്റി കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഇലക്ട്രിസിറ്റി കപ്പാസിറ്ററിനകത്തും അതിൻ്റെ വാല്യൂവും അതിൻ്റെ ആ ഒരു എന്താ പറയുക വോൾട്ടേജ് റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആവശ്യമുള്ള, അതായത് സർക്യൂട്ടിൽ പറയുന്ന ആ ഒരു വാല്യൂ ഉള്ള കപ്പാസിറ്റർ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് പറയുന്ന വോൾട്ടേജ് റേറ്റിംഗ് കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരു 4700 25 വോൾട്ട് ഇടേണ്ടടുത്ത് നമ്മൾ 4700 ഒരു 16 വോൾട്ട് ഇട്ട് അവിടെ പണി പൊളിഞ്ഞു. കാര്യം നമ്മൾ അവിടെ കൊടുക്കുന്ന വോൾട്ട് ഈ 16-നെക്കാട്ടിലും മുകളിലായിട്ട് ആ കപ്പാസിറ്ററിലോട്ട് റൺ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ ബ്ലാസ്റ്റ് ആവും. മാത്രമല്ല ഇതേണക്കുള്ള ഒരു 4700 ബ്ലാസ്റ്റ് ആയാലുണ്ടല്ലോ നല്ല രസമായിരിക്കും. എനിക്കൊത്ത വേണ്ടിയിട്ടുണ്ട്. ഞാൻ അതുപോലെ എനിക്ക് തോന്നുന്നു 12 വോൾട്ട് DC ആക്കിയപ്പോൾ ഞാൻ 4700 16 എടുത്തിട്ട് കൊടുത്തു. കുറച്ച് നേരം ആംപ്ലിഫയർ വർക്ക് ആയി, പക്ഷേ പിന്നെ അതിങ്ങനെ വീട്ടിൽ തോന്നുന്നു പെട്ടോ പറഞ്ഞ് പൊട്ടി ഈ മുറി മൊത്തം പൊക്കിയായി, കുറേ ചകിരിച്ചോറുള്ള സാധനമൊക്കെ തേച്ച് തലയെ മൊത്തം വീണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഫോടനം പോലൊരു സംഗതി, എന്താ പറയുക, പടക്കം പൊട്ടുന്നതൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റേഴ്സ്. അത് വാല്യൂ കൂടി തുടങ്ങി പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം പൊള്ളാറ്റി തിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജിനെക്കാട്ടി കൂടിയ വോൾട്ട് ചെല്ലുകയോ ചെയ്താൽ ഉറപ്പായിട്ട് പൊട്ടിത്തെറിയും. ഒരു ആംപ്ലിഫയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെലക്ഷൻ ഓഫ് റൈറ്റ് കപ്പാസിറ്റേഴ്സ് ആണ്. പവർ സപ്ലൈക്ക് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഇലക്ട്രിസിറ്റി കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് കപ്പാസിറ്റേഴ്സ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്വാളിറ്റി കിട്ടില്ല, നോയ്സ് കയറാൻ ചാൻസ് ഉണ്ട്. ഈ നോയ്സ് റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഈ കപ്പാസിറ്ററാണ് ചെയ്യുന്നത്. കാര്യം പരമാവധി നല്ല രീതിയിലുള്ളൊരു ഡയറക്റ്റ് കറണ്ട് DC ഉണ്ടാക്കിയെടുക്കുക AC കത്തുനിന്ന്. അപ്പം അതിന് കപ്പാസിറ്റർ ഉണ്ടായാലേ സംഗതി നടക്കത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സ് തോന്നെ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് 10,000-നെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ 4763 കിട്ടും. അപ്പോൾ നമ്മൾ പാരൽ ചെയ്ത് യൂസ് ചെയ്യുക, കപ്പാസിറ്റേഴ്സ് പാരൽ ചെയ്യുക. റെസിസ്റ്ററിന് കണക്കല്ല, റെസിസ്റ്റർ പാരൽ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുമെങ്കിൽ കപ്പാസിറ്റർ പാരൽ ചെയ്യുമ്പോഴാണ് കപ്പാസിറ്റൻസ് കൂടുന്നത്. അപ്പം പാരൽ ചെയ്ത് യൂസ് ചെയ്യുക. പരമാവധി കെൽട്രോണിൻ്റെ കപ്പാസിറ്റർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പലരും പറയും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറയും, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കെൽട്രോൺ ഇപ്പോഴും കപ്പാസിറ്റേഴ്സ് ഇറക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പിന്നീട് അടുത്തതായിട്ട് വരുന്ന കപ്പാസിറ്റർ എന്ന് പറയുന്നത് സെറാമിക് കപ്പാസിറ്ററാണ്. സെറാമിക് സബ്സ്റ്റൻസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ വളരെ സുലഭമായിട്ട് പല ബോർഡുകളിലും കാണപ്പെടുന്നുണ്ട്. ടിവിയുടെ ബോർഡ് എടുത്താലും അതുപോലെ തന്നെ ആംപ്ലിഫയർ ബോർഡ് എടുത്താലും എല്ലാത്തിനകത്തും ഈ ഒരു സെറാമിക് കപ്പാസിറ്റർ കാണുന്നുണ്ട്. പൊട്ട് കണക്കിരിക്കുന്ന ചെറിയ കപ്പാസിറ്ററാണ് സെറാമിക് കപ്പാസിറ്റർ. വളരെ ചെറിയ ഒരു കമ്പോണൻ്റ് ആണ്. മാത്രമല്ല വളരെ വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സാധനം അത്. അതായത് ഇപ്പം നമുക്ക് ഒരു കുച്ച് ഏറ്റവും കുറഞ്ഞ വാല്യൂ ഒരു 101 അല്ലെങ്കിൽ 100 PF ഒക്കെയാണ് മേടിക്കുന്നതെങ്കിൽ 1 രൂപയ്ക്ക് 4 എണ്ണമൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ സെറാമിക് കപ്പാസിറ്റേഴ്സ്. ഇതൊരുപാട് നമ്മുടെ ബാസ്കറ്റ്ബോൾ ബോർഡിനകത്തൊക്കെ കണ്ടുവരുന്നുണ്ട്. ട്രബിൾ റെസ്പോൺസ് കൂടുതൽ കിട്ടും നമ്മൾ ഈ ഒരു സെറാമിക് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അതിനുവേണ്ടി തന്നെ ബാസ്കറ്റ്ബോൾ ബോർഡിനകത്തൊക്കെ സുലഭമായിട്ട് നമ്മൾ ആംപ്ലിഫയർ ഏരിയസൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ 5 ബാൻഡ് ഈക്വലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഈക്വലൈസറിനകത്ത് ആ ഒരു ഓരോ ബാൻഡ് തിരിക്കാൻ വേണ്ടി ഫിൽട്രേഷന് വേണ്ടി ഈ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അത് ഇത് മാത്രമല്ല, സെറാമിക് എല്ലാ ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ ബോക്സ് ടൈപ്പ് പോളിസ്റ്ററൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്നാലും ട്രബിളിന് കുറച്ചും കൂടെ ഒരു ഡെപ്ത് കിട്ടുന്നത് ഈ ഒരു സെറാമിക് ഇടുമ്പോഴാണ്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ തോന്നിയതാണ്. അപ്പം അടുത്ത ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് പോളിസ്റ്റർ കപ്പാസിറ്റർ ആണ്. ഈ പോളിസ്റ്റർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറിലും അല്ല കാപ്പിപ്പൊടി കളറിലും ചുവപ്പ് കളറിലും ഓറഞ്ച് കളറിലും ഒക്കെ വരുന്ന ഒരു കപ്പാസിറ്ററാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്വയർ ടൈപ്പ് അതുപോലെ തന്നെ പവർ റേറ്റിംഗ് ഒക്കെ വളരെ കൂടിയ കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്. 1 കിലോ വോൾട്ടൊക്കെ താങ്ങുന്ന കപ്പാസിറ്റേഴ്സ് ഒക്കെ വരും. പക്ഷേ നമ്മൾ ഇതുപോലുള്ള പോളിസ്റ്റർ കപ്പാസിറ്റർ എടുക്കുമ്പോഴേക്ക് പോളിസ്റ്റർ കപ്പാസിറ്റർ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാല്യൂ വളരെ കുറവായിരിക്കും. പക്ഷേ പവർ ഹാൻഡ്ലിംഗ് ശേഷി വളരെ കൂടുതലായിട്ടുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്, നല്ല വലിപ്പമുള്ള കപ്പാസിറ്റേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഒരു 1 UF അല്ലെങ്കിൽ ഒക്കെ എടുക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ വലിപ്പം ഭയങ്കരമായിരിക്കും. 1 UF ഒരു 400 വോൾട്ടോ 500 വോൾട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വലിയ കപ്പാസിറ്റർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് AC DC ഒക്കെ ആക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കപ്പാസിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് 220 വോൾട്ടിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത്. 600 വോൾട്ട് 700 വോൾട്ട് 2 കിലോ വോൾട്ട് വരെ താങ്ങാൻ ശേഷിയുള്ള ഇതുപോലുള്ള ചെറിയ വാല്യൂസ് ഉള്ള കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഞാൻ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ കളർ പറയുന്നത് പച്ച കളറിലൊക്കെ. എനിക്കറിയാം പെട്ടെന്ന് തന്നെ നോക്കിയാൽ 104 കപ്പാസിറ്റർ പച്ച കളറിലൊക്കെ വരുന്നുണ്ട് പോളിസ്റ്റർ. അത് തന്നെ കാപ്പിപ്പൊടി കളർ വരുന്നുണ്ട്, കുറച്ചുകൂടെ പവർ ഹാൻഡ്ലിംഗ് കൂടിയത് 400 വോൾട്ടൊക്കെ വരുന്നത്. അതുപോലെ ഓറഞ്ച് വരുന്നുണ്ട് 700 വോൾട്ടിൻ്റെ. പിന്നെ അതിന് തന്നെ ഈ കാപ്പിപ്പൊടി കളറിൽ വരുന്നത് തന്നെ നല്ല വോൾട്ടേജ് റേറ്റിംഗ്. പിന്നെ എന്താ പറയുക, ഒരു റെസിസ്റ്റർ കണക്കിരിക്കുന്ന ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്. കണ്ടാകുമ്പോഴേക്കും ഫ്യൂസിബിൾ റെസിസ്റ്റർ കണക്കിരിക്കും. അത് കപ്പാസിറ്ററാണ് 1 UF ഒക്കെ വരുന്നത്. നല്ല പവർ റേറ്റിംഗ് ഉള്ളത് 400 വോൾട്ട് 600 വോൾട്ടൊക്കെ വരുന്നത്. അപ്പം ഇതെല്ലാം പോളിസ്റ്റർ ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ആണ്. ഈ പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സ് എല്ലാം ഹൈ വോൾട്ട് ഹാൻഡിൽ ചെയ്യാൻ ശേഷിയുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് പവർ സപ്ലൈ സെക്ഷനിൽ ഒക്കെ ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആഡിയോ സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്ത കുറച്ച് ക്വാളിറ്റി, അതിന് ക്വാളിറ്റി ഫിൽട്രേഷൻ എന്താ പറയുക, ഒരു ആഡിയോ പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് പകരം നമുക്ക് കിട്ടുന്ന ബോക്സ് ടൈപ്പ് പോളിസ്റ്റർ കപ്പാസിറ്റേഴ്സ് വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്.
ആഡിയോ പർപ്പസിന് യൂസ് ചെയ്യാം. കാര്യം ഒരു പ്രിയാമ്പ് എടുക്കും, ഉദാഹരണം ഒരു പ്രിയാമ്പ് എടുക്കുക. അതിനകത്ത് നമ്മളിപ്പം 104, അതായത് 100 NF കപ്പാസിറ്റർ ഒരു 5 വരുന്നുണ്ടോ നോക്കുക. അത് നമ്മളിപ്പോൾ ഒരു 104 പച്ച കപ്പാസിറ്റർ, പോളിസ്റ്റർ കപ്പാസിറ്റർ എടുത്തിരുന്നതിനെക്കാട്ടി നല്ല ക്വാളിറ്റി നമ്മൾ 104 ഈ ഒരു ബോക്സ് ടൈപ്പ് കപ്പാസിറ്റർ കിട്ടും. ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. ചിലതൊക്കെ നല്ലോണം എടുത്തറിയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ പോളിസ്റ്റർ കപ്പാസിറ്റർ വില കുറവാണ്, ഈ ബോക്സ് ടൈപ്പ് പോളിസ്റ്റർ കപ്പാസിറ്ററിന് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. അപ്പം ആ ക്വാളിറ്റി കൂടുതൽ എന്തായാലും ബോക്സ് ടൈപ്പിനാണ്. നമ്മൾ ആഡിയോ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല കമ്പനീസ് എല്ലാം യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഈ ബോക്സ് ടൈപ്പാണ്. അപ്പം പരമാവധി അത് യൂസ് ചെയ്യാൻ നോക്കുക. ബോക്സ് ടൈപ്പ് ഇതേ സംഗതി ഇത് തന്നെ മാറ്റമൊന്നുമില്ല, പക്ഷേ അത് ബോക്സ് പാക്കേജിലായിട്ട് വരുന്ന കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നീട് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് കപ്പാസിറ്ററാണ് ടെൻഡാലൻ കപ്പാസിറ്റർ. ടെൻഡാല എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു കപ്പാസിറ്റർ വളരെ ചെറുതാണ്. എന്ന് വെച്ചാൽ കണ്ടാൽ നമ്മുടെ പോളിസ്റ്റർ അല്ല, സെറാമിക് ആണെങ്കിൽ ഇലക്ട്രിക് കപ്പാസിറ്റർ അല്ലാതെ നമ്മളിപ്പോൾ കുറച്ച് കപ്പാസിറ്റേഴ്സിനെ പറ്റി പറഞ്ഞു. അതായത് സെറാമിക്, പോളിസ്റ്റർ, ബോക്സ് ടൈപ്പ് പോളിസ്റ്റർ കപ്പാസിറ്റർ, അതുപോലെ ഇത്രയും കപ്പാസിറ്ററിനും നമുക്ക് പൊളാരിറ്റി ഇല്ല. നമുക്ക് തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് രണ്ടിനും പൊളാരിറ്റി ഇല്ല, അതായത് പോസിറ്റീവും നെഗറ്റീവും ഇല്ല. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എപ്പോഴും പൊളാരിറ്റി ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് അതിനകത്ത് ഈ ഒരു പൊളാരിറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അതുപോലെ തന്നെ കൊടുക്കണം. സർക്യൂട്ടിൽ എങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ചീത്തയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുകയും പൊട്ടിത്തെറിക്കാൻ എക്സ്പ്ലോഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള കപ്പാസിറ്റേഴ്സ് അങ്ങനെയല്ല. ഇതുപോലെ തന്നെ നമ്മൾ SMDക്കകത്തും ഇതുപോലെ പൊളാരിറ്റി ഉള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതാണ് നിയോബിയം കപ്പാസിറ്റർ. നിയോബിയം എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തുണ്ടാക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ വളരെ ചെറുതാണ്, മൈന്യൂട്ട്. നമുക്കറിയാമല്ലോ SMD എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് അല്ല, എടുത്ത് വെച്ചിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ചെറിയ സാധനമാണ്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ വലിയ വാല്യൂസും ഒരുവിധം നല്ല വാല്യൂസ്, എനിക്ക് തോന്നുന്നു 1000 UF മുകളിലൊക്കെ വരുന്ന വാല്യൂസൊക്കെ ഇപ്പോഴും അതിനകത്തുണ്ട്. ഇച്ചിരി വലിയ കപ്പാസിറ്ററാണ്. പക്ഷേ നമുക്ക് മേലിൽ മൗണ്ട് ചെയ്ത് സോൾഡർ ചെയ്ത് വെക്കാം. സ്കോർ ടൈപ്പൊക്കെയാണ് വരുന്നത്. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അത് മാറ്റി കൊടുത്താൽ ഇത് നമുക്ക് പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ വോൾട്ട് കൂടുതലെന്നാലും ഇത് നമുക്ക് സീനാവും. അപ്പോൾ ഇത് രണ്ടും ആണ് മെയിനായിട്ടും പൊളാരിറ്റി ഉള്ള കപ്പാസിറ്റേഴ്സ് ആയിട്ട് എൻ്റെ ഒരു അറിവിലുള്ളത്. ഇനി ഉണ്ടെന്ന് അറിയില്ല, കാണുന്നത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത്. അതായത് SMDക്കകത്ത് ഈ നിയോബിയം കപ്പാസിറ്ററും, SMDക്ക് നമ്മൾ മറ്റേ സാധാ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. കൊച്ചു വാല്യൂസൊക്കെ നമ്മൾ കൊച്ചു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വലിയ വാല്യൂസിനൊക്കെ ഇതായിരിക്കും യൂസ് ചെയ്യുന്നതാണ് ഞാൻ അപ്പം നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്, നിയോബിയം കപ്പാസിറ്റേഴ്സ്. അപ്പം നിയോബിയം കപ്പാസിറ്റേഴ്സും ഇതുപോലെ തന്നെ ഈ ഇലക്ട്രിക് കപ്പാസിറ്റേഴ്സിനുമാണ് മെയിനായിട്ട് പൊളാരിറ്റി ഉള്ളത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമുക്ക് ബേസിക് ആയിട്ട് കപ്പാസിറ്ററിനെ പറ്റി അറിയേണ്ടത്. നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നില്ല. കാര്യം ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യണം. അപ്പം അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ നോക്കിയാണ്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള യൂസസും പറഞ്ഞു. ഇനി നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ, അത് ഏത് മെഷർമെൻറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് യൂണിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ വാല്യൂ എന്ന് പറയുമ്പോൾ ഫാരഡ് എന്ന് പറയുന്ന വാല്യൂലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് പൈക്കോ ഫാരഡ്, നാനോ ഫാരഡ്, മൈക്രോ ഫാരഡ്, അങ്ങനെ ഫാരഡിൻ്റെ ഒരു ഏറ്റവും ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, പിന്നെ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാത്രമേ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പം 220 UF ആണെങ്കിൽ 220 UF തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4700 UF ആണെങ്കിൽ 4700 UF തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായി, നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്താൽ മാത്രം മതി. പക്ഷേ അങ്ങനെയല്ല ബാക്കിയുള്ള കപ്പാസിറ്റേഴ്സിൻ്റെ കാര്യം. ബാക്കിയുള്ള കപ്പാസിറ്റേഴ്സിൻ്റെ ഒന്നും അതിൻ്റെ വാല്യൂ രേഖപ്പെടുത്തിയിട്ടില്ല. അതെല്ലാം ഒരു കോഡ് വെച്ചിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇപ്പം 100 NF ആണെങ്കിൽ 104 എന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 104 എന്ന് പറയുന്ന നമ്പർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് 100 NF, 100 നാനോ ഫാരഡ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ടേബിളുണ്ട്. ഒരു ടേബിൾ വെച്ചാണ് നമ്മളൊന്ന് റെസ്റ്റർ കാര്യം പറഞ്ഞില്ല, അതുപോലെ തന്നെ ഒരു ടേബിളുണ്ട്. അത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. കാര്യം എളുപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം 104 എന്ന് പറഞ്ഞാൽ 100 NF ആണ്, 224 എന്ന് പറഞ്ഞാൽ 220 NF ആണ്, അതുപോലെ 334 എന്ന് പറഞ്ഞാൽ 330 NF ആണ്. അങ്ങനെ ഒരു 4 കണക്ക് വരുമ്പോഴെല്ലാം ഒരു 100ൻ്റെ ആ ഒരു രീതിയിലേക്ക് പോകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ആ ഒരു ടേബിൾ നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ ടേബിൾ നോക്കി ഞാൻ ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ കൺവേർഷൻ ഉണ്ട്, അതും ഒരു ഇച്ചിരി കോണറ്റ് പിടിച്ച കാര്യമാണ്. ഇപ്പം പൈക്കോ ഫാരഡ് ഉണ്ട്, അതുപോലെ തന്നെ 0.1 UF എന്നൊക്കെ പറയും. അപ്പം 0.2 UF, 0.33 അല്ലെങ്കിൽ 0.45 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക്, അല്ലെങ്കിൽ 0.47 എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 4.7 NF എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കണം. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എഴുതിയേക്കുന്ന വാല്യൂ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും അവർ പറയും 100 NF എടുക്കാൻ പറയാം, 104 അവർ എടുത്ത് തരും. നമുക്ക് ഒരു ആംപ്ലിഫയറൊക്കെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം, ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു പവർ സപ്ലൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. കാര്യം ബോർഡ് നമ്മൾ ഓൾറെഡി മേടിക്കുന്നുണ്ട്. അതിനാണെങ്കിൽ നമുക്ക് ബോർഡ് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാം. ബോർഡിനെ കുറിച്ച് നമ്മൾ ഇൻഡെപ്തായിട്ട്, എന്തായാലും നമ്മളാരും ബോർഡ് ഡിസൈൻ ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ നെറ്റിക്കിടക്കാൻ സർക്യൂട്ട് എടുക്കുന്നു, അത് ചെയ്യുന്നു, അതേ ചെയ്യാൻ പോകുന്നുള്ളൂ ഇപ്പോൾ എന്തുമായാലും. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടി കപ്പാസിറ്ററിൻ്റെ യൂസും കപ്പാസിറ്റർ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ അത് ആ ബോർഡ് ഡിസൈൻ ചെയ്താൽ കൃത്യമായിട്ട് പറയും. നമ്മളത് നമുക്ക് സാധനങ്ങൾ പറക്കിയിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഐഡൻറ്റിഫിക്കേഷൻ പഠിക്കാതെ നമുക്കൊന്നും പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ കപ്പാസിറ്റർ എന്താണെന്നും റെസിസ്റ്റർ എന്താണെന്നും ട്രാൻസിസ്റ്റർ എന്താണെന്നും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് വെച്ചേക്കുന്നത് തന്നെ. കൂടുതൽ ഡെപ്തായിട്ട് നമ്മൾ പോകുന്നില്ല. ഡെപ്തായിട്ട് പോയാൽ നമുക്ക് പ്രാന്തായി പോകും. കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഡെപ്തായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ആംപ്ലിഫയർ ഉണ്ടാക്കി വിടുന്നു, ബോർഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. ഒരുപാട് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാന്തായി പോകും. അത്യാവശ്യം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെറാമിക്, പോളിഷർ, അതുപോലെ തന്നെ ക്യാപ് ടൈപ്പ് കപ്പാസിറ്റേഴ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ നമ്പർ ചെന്തിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് നോക്കണം. അത് വെച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടേബിൾ നോക്കി പഠിക്കുക. പിന്നെ കുറേയൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് വാല്യൂസ് ഓൾറെഡി ബൈ ഹാർട്ടാവും. വാല്യൂസ് നല്ല ആ ഒരു നമ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേത് വാല്യൂ ആണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. എന്തായാലും കപ്പാസിറ്ററിനെ പറ്റി ഇനിയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് ബേസിക്കായിട്ട് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്തല്ല ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.